പാലക്കാട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രഡീഷണൽ വീട് ഡിസൈൻ ആൻഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ടേൺ കീ ബേസിസിലാണ്. ആൻഡ് ദിസ് ഇസ് മോർ ഓർ ലെസ് ലൈക്ക് എ ട്വിൻ ഹൗസ്. ട്വിൻ ഹൗസ് ഇൻ ദ സെൻസ് ആക്ച്വലി ഈ കാണുന്ന ലെഫ്റ്റത്തെ വീടാണ് ക്ലയൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് വീട് വിച്ച് വാസ് കൺസ്ട്രക്റ്റഡ് 10 years ബാക്ക്. ക്ലയൻറ്റിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് അവരുടെ എക്സിസ്റ്റിംഗ് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു 3 BHK വീട് വേണമെന്നായിരുന്നു. ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഈ പഴയ വീടിൻ്റെ ഒരു റെപ്ലിക്ക ഡിസൈൻ തന്നെയാണ് ഇതിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. 2 വീടിനും കൂടിയിട്ട് ഒരു കോമൺ കോമ്പൗണ്ട് വാളാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ലാറ്ററൈറ്റ് സ്റ്റോൺ ക്ലാഡിംഗ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. പുറമേന്ന് കാണുമ്പോൾ 2 ഇൻഡിവിജ്വൽ ഹോം ആയതുകൊണ്ട് തന്നെ 2 പടിപ്പുര ഡിസൈനുള്ള ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് കാർ പോർച്ചും കൂടി നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഇനീഷ്യൽ പ്ലാൻ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ ക്ലയന്റിന്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ റിക്വയർമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ആൻഡ് വെൽ സ്പേസ് പ്ലാൻ ഇനീഷ്യലി തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ലിവിംഗ് കം ഡൈനിങ് സ്പേസും ഒരു പാൻട്രി ഏരിയ, ഒരു ഗസ്റ്റ് ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ബെഡ്റൂമാണ് വരുന്നത്. ഇന്റീരിയേഴ്സ് ആണെങ്കിലും പ്യുവർലി അവർക്ക് ട്രഡീഷണൽ വേണമെന്നായിരുന്നു റിക്വയർമെന്റ്. പഴയ വീടും ട്രഡീഷണൽ ഇന്റീരിയേഴ്സ് നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ ഓൾ ടുഗെദർ വർക്ക്ഔട്ട് ചെയ്തപ്പോഴാണ് ഒരു ട്വിൻ ഹൗസ് കോൺസെപ്റ്റ് ഇതിൽ വർക്ക്ഔട്ട് ആയിരിക്കുന്നത്. വീട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഏരിയ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് തിങ്ക് ചെയ്തപ്പോഴാണ് ഒരു പ്രൈവറ്റ് ലാൻഡ്സ്കേപ്പ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ക്ലയൻറ്റിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഈവനിങ് ടൈമിൽ പീസ്ഫുള്ളായി റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബുദ്ധ സ്റ്റോൺ വാൾ തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഫീച്ചർ. എക്സ്റ്റീരിയറും ലാൻഡ്സ്കേപ്പ് ലൈറ്റ്സും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു സ്പേസ് വളരെ ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ ഇന്റീരിയേഴ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. സോ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ലിവിംഗ് കം ഡൈനിങ് സ്പേസും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാൻട്രി ഏരിയയും ഗസ്റ്റ് ബെഡ്റൂമാണ്. ലിവിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ ഈസിലി ഒരു 15 to 18 പീപ്പിൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു യു ഷേപ്പ് സോഫ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ യു ഷേപ്പ് ബോൾ നോക്കുകയാണെങ്കിലും 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇൻ ഓർഡർ ടു എൻഷുർ നാച്ചുറൽ ലൈറ്റും ക്രോസ് വെന്റിലേഷനും. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഈ കാണുന്ന സീലിംഗ് തന്നെയാണ്. ഡബിൾ ലെയർ ഉള്ള സീലിംഗ് ഡിസൈനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിലത്തെ ഗ്രൂ വർക്ക്സും സ്പോട്ട് ലൈറ്റ്സും കോവ് ലൈറ്റ്സും എല്ലാം കൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. സോഫേനോട് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു വൈഡർ ഓൾമോസ്റ്റ് 9 feet ഹൈറ്റിൽ വരുന്ന ഒരു വാള് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ TV യൂണിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡുള്ള ലാമിനേഷൻസ് ആണ് കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ PVD ഗോൾഡ് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ലെഡ്ജസും ഒപ്പം തന്നെ ബോട്ടം ക്യാബിനറ്റിൽ ബ്ലാക്ക് ഗ്ലാസസും യൂസ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വീടിന്റെ 6 seater ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് ഏരിയയിലാണല്ലോ യൂഷ്വലി ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്പേസ്. സോ അത് കുറച്ചുകൂടി ഒരു നല്ല വ്യൂ കിട്ടാനും അറ്റ് ദ സെയിം ടൈം നമ്മുടെ പ്രൈവറ്റ് ലാൻഡ്സ്കേപ്പിക്ക് ഇന്റേണലി ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി റോളിംഗ് ഷട്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ഇവിടെ ഒരു ഓപ്പൺ പൂജ സ്പേസ് വരുന്നത്. ഗ്രാനൈറ്റിന്റെ കൗണ്ടർ ടോപ്പും മാക്സിമം സ്റ്റോറേജും എൻഷുർ ചെയ്തിട്ടുണ്ട് അതിൽ. ഈ ഡൈനിങ് ഏരിയ നിന്നാണ് ഈ വീടിന്റെ ബാക്കിയുള്ള ഏരിയാസിലേക്കുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നത്. 4 ആക്സസ് വരുന്നുണ്ട്. ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ടും ഡോർസ് വെച്ച് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ബാക്കിയുള്ള ഇന്റീരിയേഴ്സ് തീരെ എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ പാൻട്രി സ്പേസ് ആണ്. ക്ലയന്റിന്റെ എല്ലാ തരത്തിലുള്ള റിക്വയർമെന്റ്സും നമ്മൾ ഇതിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കളർ തീം നോക്കുകയാണെങ്കിലും ട്രഡീഷണലി മാച്ച് ആവുന്ന ലാമിനേഷൻ ഷെയ്ഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അടുത്തത് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം ആണ്. എല്ലാതരം ഫർണിച്ചർ യൂട്ടിലിറ്റീസും എൻഷോർ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ ഒരു വാഷ്റൂമും വരുന്നത്. തേർഡ്ലി വരുന്ന സ്പേസ് ഡൈനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോമൺ വാഷ് യൂണിറ്റും കോമൺ വാഷ്റൂമാണ്. നാലാമത്തെ ഡോർ ഓപ്പൺ ചെയ്താൽ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ആക്സസ് ആണ്. സ്റ്റെയർ ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വൈഡ് എൽ ഷേപ്പിലുള്ള ഒരു പാസേജും കൂടി വരുന്നുണ്ട്. അതിൽ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു CCTVന്റെ മോണിറ്ററും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റോർ റൂമുമാണ്. അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാൽക്കണി സ്പേസും കൂടി വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ ബോയ് ബെഡ്റൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മൾ ഇത്രയും നേരം കണ്ട ഇന്റീരിയർ തീമിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡേൺ ക്ലാസിക് തീമിലാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. കളർ തീം നോക്കുകയാണെങ്കിലും ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഫർണിച്ചർ യൂട്ടിലിറ്റി പാർട്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു കിങ് സൈസ് കോട്ട് വിത്ത് കുഷ്യൻ ഹെഡ് ബോർഡും ഒരു വലിയൊരു കമ്പ്യൂട്ടർ ടേബിളും TV സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഡിസൈൻ നോക്കുകയാണെങ്കിലും ഡിഫറെന്റ് ലെവലിൽ വരുന്ന സീലിംഗ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹെവി കോർണിസ് വർക്ക്സും വാളിൽ കൊടുത്തിരിക്കുന്ന ബീഡിംഗ് ആൻഡ് ഡെക്കറേറ്റീവ് വർക്ക്സും ഓൾ ടുഗദർ ഈ തീമിനോട് മാച്ചായി നിൽക്കുന്നുണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് ഇൻ ക്ലോസറ്റും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് രണ്ട് സൈഡിലും മാക്സിമം സ്റ്റോറേജും എൻഷോർ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ഹൈറ്റ് മിറർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാക്ക് ഇൻ ക്ലോസറ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വാഷ്റൂം ഡിസൈൻ നോക്കുകയാണെങ്കിലും ഈ ഒരു തീമിനോട് മാച്ച് ആവാൻ നിൽക്കുന്ന ഒരു കളേഴ്സ് തന്നെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗേൾ ബെഡ്റൂമിന്റെ ഡിസൈൻ കാണാം. ഒരു മോഡേൺ കോസി ഇന്റീരിയേഴ്സ് ആണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കോസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കൂടുതലും കുഷ്യൻ വർക്ക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോ വിത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. അതിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കിങ് സൈസ് കോട്ടിലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോട്ടനോട് ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു TV സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും ആ രണ്ട് വാൾസും ഈക്വലി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ബോർഡറിൽ ബീഡിംഗ് വർക്ക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും കൂടിയാണ് ഇതിൽ വരുന്നത്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ ലെവൽ വരുന്ന ബാൽക്കണിയാണ്. അത് ഫ്രണ്ട് എലിവേഷന് ഏറ്റവും കൂടുതൽ ഒരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു സ്പേസും കൂടിയാണ്. സോ നമ്മൾ ഇത്രയും കണ്ട എല്ലാ ഏരിയാസും നമ്മൾ മുൻകൂട്ടിയിട്ട് 3D ഡിസൈനിൽ പ്ലാൻ ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഹേസൽ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ പോസിബിൾ ആവും. ഈ വീടിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. ആൻഡ് ഫോർ ദാറ്റ് ബോത്ത് ദ എക്സ്റ്റീരിയർ as well as the landscape lights plays a major role in adding beauty to the whole space.